ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാനൊരു സൂപ്പർ ഗോതമ്പ് ദോശയായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഗോതമ്പ് ദോശയാണ് ഇത്. ഒരിക്കലും മടുക്കാതെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഗോതമ്പ് ദോശയാണ് കേട്ടോ. നമ്മൾ സാധാരണ ഗോതമ്പ് ദോശ ഉണ്ടാക്കാറുണ്ട്, അന്നേരം അതിന് പ്രത്യേക ഒരു രുചിയൊന്നും അത് കൊടുക്കത്തില്ലല്ലോ. അതെല്ലാം ഒരു പ്രത്യേക എന്താ പറയുക, വളരെ പ്ലെയിൻ ആയിട്ടുള്ളൊരു ടേസ്റ്റുള്ള ഒരു സംഭവമാണ് ഗോതമ്പ് ദോശ. എന്നാൽ ആരോഗ്യകരമായിട്ട് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതാണ് താനും ഈ ഗോതമ്പ് ദോശ. എന്നാൽ നമ്മൾ ഈ ഗോതമ്പ് ദോശ വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ഈ ഡയബറ്റിക് പേഷ്യൻസിന്, അതുപോലെ ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ മടുപ്പൊന്നും കൂടാതെ എന്നും വേണമെങ്കിലും 3 നേരം വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ദോശയായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ. അപ്പോൾ നമുക്ക് ഉടനെ വീട്ടിലോട്ട് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഒരു മിക്സിംഗ് ബൗൾ എടുക്കുക. ഇതിനകത്തോട്ട് ഈ ഒരു കപ്പ്, ഒരു 250 ml ആണ് ഈ ഒരു കപ്പിൻ്റെ അളവ്. അപ്പോൾ ഒരു കപ്പോളമുള്ള ഗോതമ്പ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഗോതമ്പ് പൊടിയാണ് കേട്ടോ, വറുത്തിട്ടൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് ചേർക്കുന്ന ഒരു സൂത്രം എന്ന് പറയുന്നത് 1 ടേബിൾ സ്പൂണോളം ഉള്ള റവയാണ് ഞാൻ ചേർക്കുന്നത്. വറുത്തിട്ടില്ല, വറുക്കാത്ത റവയാണ്. പിന്നെ ഞാൻ ചേർക്കുന്നത് തൈരാണ്. തൈര് ഉറപ്പായിട്ടും ചേർക്കണം. 2 ടേബിൾ സ്പൂണോളം ഉള്ള തൈര് ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർക്കാൻ പോകുന്നത് ഇതിനാവശ്യമുള്ള ഉപ്പ്. ഉപ്പിനതുകൊണ്ട് ഞാനൊരു കണക്കൊന്നും പറയുന്നില്ല കേട്ടോ, നിങ്ങളുടെ ഒരു ഇഷ്ടത്തിന്. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂണോളം ഉപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ചേർത്തു. ഇനി പ്രത്യേകിച്ച് ചേർക്കാനൊന്നുമില്ല, വെള്ളമാണ്. വെള്ളം നമ്മൾ ആവശ്യത്തിന് അനുസരിച്ചുള്ള വെള്ളം ചേർക്കുക. ഇതിന് പ്രത്യേകിച്ച് അളവും ഞാൻ പറയുന്നില്ല. വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും കുറേശ്ശെ ചേർക്കാൻ നോക്കുക. അപ്പോൾ ഇതാ ഞാനിതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ നല്ലതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എപ്പോഴും അതിലത്തെ തരികളെല്ലാം നല്ലതുപോലെ ഉടയണം കേട്ടോ, നല്ല സ്മൂത്ത് ആയിരിക്കണം. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ചേർക്കുന്നത് ഒരു 1/2 സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർക്കുന്നത്. അടുത്തത് ചേർക്കുന്നത് ഒരു ക്യാരറ്റോളം ഞാൻ ഗ്രേറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഗ്രേറ്റ് ചെയ്തിട്ട് ഞാൻ ചെറുതായി അരിഞ്ഞു. അത് ഒത്തിരി അങ്ങ് കടിക്കാൻ കിട്ടണ്ടെന്ന് ഓർത്തിട്ട് വളരെ ലൈറ്റായിട്ട് കിട്ടുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, അതുപോലെ ഒരു 1/2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ചേർക്കുന്നത് ഒരു 1/4 ഇഞ്ച് വലുപ്പത്തോളം ഉള്ള, അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കണക്ക് പറയുകയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂണോളം ഉള്ള ചെറുതായി അരിഞ്ഞ ഇഞ്ചി. പിന്നെ നമ്മുടെ വേപ്പില ഇഷ്ടമുള്ളവർക്ക് വേപ്പില ചേർക്കാം. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് മല്ലിയിലും ഓപ്ഷണലാണ്. മല്ലിയില നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ആ ഫ്ലേവർ ഇഷ്ടമുള്ള ആൾക്കാർക്ക്. അപ്പം ഞാൻ മല്ലിയിലും ഒരു 1/2 കൈപ്പിടി ഞാൻ മല്ലിയില ചേർത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് മഞ്ഞപ്പൊടി വേണമെങ്കിൽ ഒരു നുള്ളു മഞ്ഞപ്പൊടി ചേർക്കാം. അതൊരു മഞ്ഞ കളറായിട്ട് വരും ഗോതമ്പ് ദോശ. ഞാൻ ചേർക്കുന്നില്ല, എനിക്ക് ഇത് സാധാരണ കളറിലിരിക്കുന്നതാണ് ഇഷ്ടം. ഇനി അതുപോലെ തന്നെയാണ് നിങ്ങൾക്കൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ജീരകപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ജീരകപ്പൊടി ചേർക്കാം കേട്ടോ. അത് ഒരു നുള്ളു ജീരകപ്പൊടി ചേർക്കാം. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂണോളം ഉള്ള തേങ്ങ ചെരുകിയത് ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, പക്ഷേ ഇത് നിങ്ങൾ തേങ്ങ ചെരുകിയത് ചേർത്ത് കഴിക്കുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു രുചിയാണ് ഇതിന്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ മിക്സ് ചെയ്യാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജീരകം പൊടിയായിട്ട് ചേർക്കണം എന്നൊന്നുമില്ല. നിങ്ങൾക്കിപ്പോൾ നല്ല ജീരകം അല്ലെങ്കിൽ ചെറിയ ജീരകം ഒരു 1/4 ടീസ്പൂണോളം ഇതിനകത്ത് ചേർക്കാം. അങ്ങനെ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ള ആൾക്കാർക്ക്. ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതഞ്ഞ് ഒത്തിരി നേരം വെക്കുകയോ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് നേരിട്ട് തന്നെ ഉണ്ടാക്കാം. ഈ തൈര് നമ്മൾ ചേർക്കുന്നത് കൊണ്ട് നല്ലൊരു സോഫ്റ്റ്നെസ്സും കിട്ടും, അതുപോലെ തന്നെ നല്ലൊരു ചെറിയൊരു പുളിയൊക്കെ കൂടെ നല്ലൊരു രുചിയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ഇവിടെ ഉപ്പ് നോക്കി, ഉപ്പെല്ലാം ഇവിടെ കറക്റ്റായിരുന്നു. അപ്പോൾ നമ്മുടെ ഗോതമ്പിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയാണ്. ഇനി നമ്മളിതൊന്ന് ചുട്ടെടുക്കാൻ പോവാണ്, അല്ലെങ്കിൽ പരത്തിയെടുക്കാൻ പോവാണ്. അതിനായിട്ട് ഞാനൊരു ഫ്രൈങ് പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ആവശ്യമുള്ള എണ്ണ ചേർക്കാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം. ഇപ്പം ഈ ഒരു ഡയറ്റൊക്കെ എടുക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ ഓരോന്നൊന്ന് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ ഒരു തവയാണ് ഞാനൊന്ന് കോരി ഒഴിക്കുന്നത്. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഷേപ്പൊക്കെ ഒന്ന് ആക്കിയെടുക്കാം. അപ്പോൾ മാവ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ, ഇത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങളുടെ കയ്യിൽ കുറച്ച് ബാക്കി എന്തെങ്കിലും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു മെയിനായിട്ട് ഇതുപോലത്തെ പച്ചക്കറികളെല്ലാം. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൻ്റെ മേലെ ചെറുതായിട്ടൊന്ന് മിക്സ് ആയിട്ട് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇത് തികച്ചും ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അപ്പോൾ നമ്മുടെ ദോശ ഇനി ഒരു 15 സെക്കൻഡോളം ഒരു സൈഡ് നല്ലതുപോലെ മൊരിയട്ടെ. എന്നിട്ട് നമുക്ക് തിരിച്ചിട്ടിട്ട് അപ്പുറത്തും കൂടെ ഒരു 15 സെക്കൻഡോളം തിരിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം.
ഇതാ നമ്മുടെ ദോശ ഇവിടെ റെഡിയായി. ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാണ്. നല്ല കളർഫുള്ളാണ് ദോശ. നമ്മുടെ ഇതിനകത്തുള്ള ആ ചുമപ്പ കളറും അതുപോലെ പച്ച കളറൊക്കെ ചേർന്ന് നമുക്കിത് കഴിക്കാൻ തന്നെ തോന്നും. അപ്പോൾ എന്നും ഈ ഒരു ഇപ്പോൾ പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ എപ്പോഴും രാത്രിയൊക്കെ ദോശയായിരിക്കും കഴിക്കുക. അപ്പോൾ അതിനി പ്ലെയിൻ ദോശയാക്കാതെ ഇതുപോലെ കഴിച്ചെന്നാൽ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് നമ്മൾ നോർമലി ദോശ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ പച്ചക്കറികൾ നമ്മുടെ ശരീരത്തിനകത്ത് ചെല്ലും. നമുക്ക് മടുപ്പും തോന്നത്തില്ല കേട്ടോ. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാൻ ഈ ബാക്കിയുള്ള ദോശയും കൂടെ ഒക്കെ ഒന്ന് ചുട്ടെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഇനി ഗോതമ്പ് ദോശ കഴിച്ചു മടുത്തു എന്ന് പറയേണ്ട, ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾ ഒരിക്കലും മടുത്തു എന്ന് പറയില്ല കേട്ടോ. അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിന് വേറെ കറിയുടെ ആവശ്യമില്ല. നമുക്ക് ഈ ഇതിനകത്ത് ഒത്തിരി വെജിറ്റബിൾസ് ഒക്കെ ചേർത്തത് കൊണ്ട് നമുക്ക് വേറെ കറിയുടെയും ആവശ്യമില്ല. അപ്പോൾ ഇതാ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ ഉടനെ കാണാം. Until then, bye-bye.